നമസ്കാരം പ്രിയമുള്ളവരെ. പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. ഫോക്സ് ന്യൂസ് സൗദിയിലെ അൽ ഹദാദ് പത്രത്തെ അവലംബമാക്കിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഹമാസ് കമാൻഡർ മുഹമ്മദ് സിൻവാർ കൊല ചെയ്യപ്പെട്ട വാർത്ത, ഹിയാസ് സിൻവാറിന്റെ സഹോദരൻ കൊല ചെയ്യപ്പെട്ട വാർത്ത, സ്ഥിരീകരിക്കാത്ത വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും യൂറോപ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ലഭിക്കുന്നില്ല എങ്കിലും ഏകദേശം സ്ഥിരീകരിക്കാവുന്ന വിവരം മുഹമ്മദ് സിൻവാർ കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിന്റെയും ഹിയാസ് സിൻവാറിന്റെയും സഹോദരൻ സക്കറിയാസ് സിൻവാർ കഴിഞ്ഞ ദിവസം കൊല ചെയ്യപ്പെട്ടിരുന്നു. അത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഹമ്മദ് സിൻവാറും കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നീണ്ട നാളുകൾ ഇസ്രായേലിന്റെ തടവിലായിരുന്ന മുഹമ്മദ് സിൻവാർ ഗിലാദ് ഷലീദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ വളരെ ഉയർന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി കൂടിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഹിയാസ് സിൻവാറിന്റെ സഹോദരൻ ഹമാസിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന മുഹമ്മദ് സിൻവാറും ഇസ്രായേലി ആക്രമണത്തിൽ ടണലിൽ കൊല ചെയ്യപ്പെട്ട സ്ഥിതിയിൽ, രക്തസാക്ഷിയായ സ്ഥിതിയിൽ കണ്ടു എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഇതിന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ചൈന, എൻ്റെ ഒരു സബ്സ്ക്രൈബർ അതുമായി ബന്ധപ്പെട്ട ഒരു കമന്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. ചൈന ഈ വ്യോമമാർഗം വഴി ഗസയിൽ ആഹാര പദാർത്ഥങ്ങൾ വിതരണം ചെയ്തു, എന്നിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിച്ചു എന്നൊക്കെയുള്ളൊരു വാർത്ത ചില സ്ഥലങ്ങളിൽ കാണുന്നതിനിടയായി. അത് മിക്കപ്പോഴും അത് സ്ഥിരീകരിക്കാത്ത വാർത്തയാണ്. അത് ചില യൂട്യൂബ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ചൈനയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ഈ ജോർദാൻ വഴിയൊക്കെ കപ്പൽ മാർഗം ഗസയിലോട്ട് അവശ്യ സാധനങ്ങൾ, ആഹാരവും വസ്ത്രവും മരുന്നുകളും ഒക്കെ എത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു വാർത്ത വിശ്വസിക്കാൻ പറ്റാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊന്നും കാണുന്നില്ല. ചൈന തങ്ങളുടെ വ്യോമമാർഗം ഗസയിലോട്ട് ആഹാര പദാർത്ഥങ്ങൾ വിതരണം ചെയ്തു, വിമാനമാർഗം താഴോട്ട് ആഹാര പദാർത്ഥങ്ങൾ ഗസക്കാർക്ക് വേണ്ടി വർഷിച്ചതായിട്ടുള്ള ഒരു വാർത്ത കാണുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പശ്ചിമേഷ്യയിലെ അപ്ഡേറ്റുകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരിക്കൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.